ഹായ്, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിലുണ്ടല്ലോ എല്ലാ ദിവസവും ആരെങ്കിലായിട്ട് നമ്മളെല്ലാവരും കാണാൻ വേണ്ടി വരുത്തുണ്ടേ. അപ്പോൾ ഇന്ന് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഒരു ഗൾഫിലാണ്, പക്ഷെ നാട്ടിലാണ്, നമ്മളടുത്താണ്. എന്നെ ഇന്നലെ വിളിയാണ്. ഇന്നലെ വിളിക്കുന്നുണ്ട്, ഉണ്ടാവും ഷോപ്പിലുണ്ടാവും വെച്ചാൽ ഇല്ല. ഇപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞത് നമ്മൾ വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് ടൂറ് വരും. പിന്നെ വേറെ ആരെല്ലാം വരുമെന്ന് അറിയില്ല. എന്തായാലും നമ്മളെ ഷോപ്പിൽ വന്നവരൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാട്ടാ. എന്തായാലും നമ്മളെ ഷോപ്പിൽ വരുന്നവർ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നവരാണല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നമുക്ക് അറിയാം. അതുകൂടി നിങ്ങളെ കാണിച്ചു തരാട്ടാ. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ അടുത്ത സ്ഥലത്താണ്. അപ്പോൾ സ്വർണ്ണം മാറ്റാനൊന്നുമില്ല കേട്ടാ, പൊട്ടിയിട്ടൊന്നും ഇല്ലെന്ന് തോന്നല്ലേ. എന്നിട്ട് വെറുതെ മാറ്റാൻ വേണ്ടി വന്നിട്ട് വെറുതെ മാറ്റിയിട്ട് പോകുന്നുണ്ടേ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണുന്നല്ലോ അത് ചൂടാക്കലെല്ലാം കഴിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ മാറ്റാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും മാറ്റാൻ പറ്റില്ലായിരുന്നു. പൊട്ടിയ സാധനം ഞാൻ മാറ്റിക്കളില്ല, ഞാൻ മാറ്റാൻ പറ്റൂല. ഞാനത് കണ്ടിട്ടില്ല, കണ്ടെന്തായാലും മാറ്റാമല്ലോ എന്നെ. അപ്പോൾ എന്തായാലും സംഗതി കുറച്ചുകൂടി ഉറപ്പുള്ള സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അടുത്താണ് സ്ഥലം. നമ്മളിവിടെ അടുത്ത് പറശ്ശിനി റോഡാണ് സ്ഥലം. വലിയ ദൂരമൊന്നുമില്ല, ചെറിയ ദൂരമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഒരു കുറേ ദൂരത്ത് നമ്മൾ വീഡിയോ കാണുന്നത്, ഗൾഫിൽ നിന്നാണ് വീഡിയോ കണ്ടത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ നമ്മളെ കാണാൻ കൂടി വന്നതാണ് കേട്ടോ. എന്തായാലും അതൊക്കെ സന്തോഷം. ഒരിക്കൽ കൂടി ശരി എന്നാലേ. ഇത് കണ്ടില്ലേ ഓരോ സ്നേഹം. ഇങ്ങനെ ഒരാൾ വന്ന് പോകുമ്പോണ്ടല്ല മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പുക. അത്രക്ക് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. പിന്നെ ഇതിൽ ചെറിയൊരു സങ്കടം എന്ന് അറിയാവുക, ഞാൻ എപ്പം പറയുന്ന സംഗതിയാണ്. ദൂരത്തുനിന്നേ ആൾ സ്വർണ്ണം വാങ്ങാനായിട്ട് വരുത്തുക എന്നുള്ളത് സങ്കടം തന്നെയാണ്. കാരണം അവർക്കത് നഷ്ടമാണ്. പിന്നെ അതിലും വലിയ സങ്കടം എന്നറിയാവുക, ഈ വന്നവരാരുണ്ടല്ല ഡിസ്കൗണ്ട് വരെ ചോദിക്കൂല. അത് സത്യം പറയാല കുറച്ചൊരു സങ്കടം തന്നെയാണ്. എന്തായാലും ഞാൻ എല്ലാവർക്കും മാക്സിമം ഡിസ്കൗണ്ട് ആയി കൊടുക്കും. എന്നാലും എനിക്കുള്ളിലൊരു സംശയം, ഞാൻ ശരിക്കും കുറച്ചിട്ടില്ലേ, ഡിസ്കൗണ്ട് ആകിയിട്ടില്ല, അധികമായി പോയെന്നൊരു തോന്നൽ എപ്പോൾ ഉണ്ടാവലുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ സ്വർണ്ണം വാങ്ങാനായിട്ട് ദൂരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത്. കാരണം വേറൊന്നല്ല, നിങ്ങൾ അടുത്തുള്ള ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊന്നല്ല, എന്തെങ്കിലും മാറ്റണോ പിടിക്കണോ എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ പറ്റി മാറ്റിയെടുക്കാനും പറ്റും. ഈ ദൂരത്ത് നിന്ന് ആകുമ്പം അത് മാറ്റലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നൊരു തമാശ ഉണ്ടായ, നിങ്ങളിത് കണ്ട കുറേ ഡോള് ചുമറ്റമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇന്നൊരാൾ വന്നിട്ട് ചോദിക്കുക ഇവിടെ ഫ്ലവർ ഉണ്ടോന്ന്. ഓർ ഇതെല്ലാം കണ്ടിട്ട് വിചാരിച്ചെന്നല്ലേ പോവാ, ഇവിടെ ഫാൻസി കടയാന്ന് വെച്ചിട്ട് അത് വന്നിട്ട് ചോദിക്കുക ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഫ്ലവർ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത് നമ്മൾ സൂചി അറിഞ്ഞവർക്ക് സമ്മാനം കൊടുക്കാൻ വെച്ച ഡോളാന്ന് ഓർക്കറിയില്ലല്ല. അങ്ങനെ ഇന്ന് നല്ല തമാശയായിരുന്നു, എല്ലാവരും നല്ല ചിരിയായിരുന്നു അത് കണ്ടിട്ട്. പിന്നെ ഇത് കണ്ട മിടുമിടുക്കാൻ എൻ്റെ കട്ട ഫാനാണ്. വരുമ്പോൾ ഫോൺ വിളിച്ച് വന്നാൽ കാണാൻ പറ്റുമെന്നല്ലോ ഉറപ്പിച്ചിട്ടാണ് ആളിവിടെ വന്നിട്ടുള്ളത്. ഇത് ഹർഷിതാണേ, നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നുണ്ടല്ലേ. എന്നിട്ടോ മാമനെ കാണാൻ വേണ്ടി വന്നേന്ന് ഇങ്ങോട്ട്. രാവിലെ തന്നെ മാമനെ വിളിച്ചല്ലേ, ഇവിടെ ഉണ്ടോ നോക്കിയിട്ട്. നമ്മളെ സ്ഥിരം പ്രേക്ഷകനാണ് ഹർഷിത് എന്ന പേരല്ലേ. എത്രല്ലേ പഠിക്കുന്നു പറഞ്ഞിട്ട്, ഏതാ സ്ഥലം എന്ന് പറഞ്ഞിട്ട്, ഏത് സ്ഥലം? കാടാച്ചിറ സ്ഥലം. അച്ഛൻ്റെ പേര് സുമേഷ്, അമ്മേന്റെ പേര് കൊടുത്തു. രണ്ടാളും എല്ലാരും ഉണ്ട്. ഇന്നത്തെ അയലർക്കട്ട് അമ്മടാ. അപ്പൊ അതാ നമ്മളെ ലതികേച്ചിയുണ്ട്, സുമേഷാറിനുണ്ട്. ഗൾഫിലാണല്ലേ സുമേഷാറിന്റെ? ഗൾഫിലാണ്, കാടാച്ചിറയാണ്. നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നതാണ്. അങ്ങനെ രാവിലെ തന്നെ ഒരു കോള്, നിങ്ങളിവിടെ ഉണ്ടാവുമോ, വന്നാൽ കാണാൻ പറ്റുമോ. ഞാൻ പറഞ്ഞ സന്തോഷം വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമായി, ഹാപ്പിയായ? ഹാപ്പി. ഹർഷിത് വന്നോട് പറയാ നമുക്കൊരു സെൽഫി എടുക്കണം മാമാന്ന് പറഞ്ഞിട്ട്. സെൽഫി എടുത്തില്ലല്ലേ? ചങ്ങായിമാരെല്ലാം കാണിക്കോ സെൽഫി? ചങ്ങായിമാരെല്ലാം കാണിക്കോ സെൽഫി? സ്റ്റാറ്റസ് വെക്കും അല്ലേ? സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ വേണ്ടിട്ട് സെൽഫി എടുത്ത് വെച്ചിട്ടുണ്ട്. ആള് ഉഷാറാണ്. സുമേഷ് ചേട്ടാ സംഗതി അല്ലേ, ബേമോട്ട പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിലൊന്നും പോയിട്ട് നല്ല ചായ പിടിച്ചു പോയാലോ? രാവിലെ 5 മണിക്ക് ഇത് കഴിക്കാന്നും പറഞ്ഞു. മാമനിന്ന് ഭയങ്കര സന്തോഷം ചേട്ടാ. ഹർഷിത് കാണാൻ വന്ന് ഹർഷിതിനെ പരിചയപ്പെടാൻ പറ്റുള്ളൂ. സെൽഫി എടുത്ത് സന്തോഷായില്ലേ? അന്വേഷണം പറയണല്ലേ? എന്നാ വീട്ടിൽ പോയിട്ട് വരാം. മമ്മിയായിട്ടില്ല, മക്കളൊന്നും സ്കൂളിൽ പോയി. വീട്ടിലേക്ക് വരുതാ മാമൻ അതുവഴി വരുമ്പോ വീട്ടിലേക്ക് വരാം കേട്ടാ. കാടാച്ചിറ വരെ വരുന്നുണ്ടെങ്കിൽ അതുവഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കാണാൻ വരാം കേട്ടാ. ഒന്നുകൂടി എല്ലാവരും കൂട്ടി വരാം. അപ്പൊ എന്നാലും ഇതാ നമ്മളെ സ്വന്തം ആൾക്കാർ കേട്ടാ കാണാൻ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം.